എടോ ചെറിയാനെ, എന്തോ മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ട്. എന്നതാ? എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും അല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റിയല്ല. ആ എടാ ചെറിയാനെ, എന്തോ? ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു. എന്നതാ? ഞാൻ ഇനി ഇവനെ രാമ എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നാ വിളിക്കും? രമേന്ന് വിളിക്കും. RAMA രാമ, REMA രമ. ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. വളരെ ചെറിയ വ്യത്യാസം. വിളിക്കട്ടെ? വിളിക്കും. രമേ, പ്രിയപ്പെട്ട രമേ. വിശാരടി, ഞാനാണ് പറഞ്ഞതെന്ന് പറയല്ലേ. അയ്യര് വെറുതെ. ഇത്രയും ദിവസം ഒരു 3rd ക്ലാസ് ബ്രോക്കറെ പോലെ എന്നെ കൊണ്ട് വാതില് പൂട്ടിച്ച് അകത്തിരുന്ന് സൂചിച്ചിട്ട് രണ്ടിനെയും വറുത്തെടുക്കും ഞാൻ. ഇവനെന്തിനാ രാവിലെ ഇരുന്ന് മോങ്ങുന്നത്? അവനോ? ഏതവൻ? രാമൻ. എടാ ചെറിയാനെ, എന്തോ? നിനക്കൊരു കഷ്ണം കേക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും? നമ്മൾ 3 പേരും കൂടെ കഴിയും. പിന്നെന്താ അവനൊരു കഷ്ണം കേക്ക് കിട്ടിയപ്പോ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്? കേക്കല്ല കോപ്പ്. തന്നെ മനസ്സിലിരിക്കുന്ന എന്താന്ന് വെച്ചാ പറ വിശാരടി. മനുഷ്യന് വേറെ ജോലിയുണ്ട്. നമ്മൾ 3 പേരും കൂടി ചേർന്നാണല്ലോ രാമൻ ഇവിടെ ജോലിക്ക് നിർത്തിയത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ അവനെ മുറി കിടത്തി കഷ്ടപ്പെടുന്നത്. ഇന്ന് മുതൽ നീ കഷ്ടപ്പെടണ്ട. അവൻ ഞങ്ങളുടെ 2 പേരെ നടുക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. അല്ല, അവൻ എന്റെ മുറി കിടക്കുന്നോണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാ ഇന്ന് മുതൽ അവനെ പിടിച്ച് നിങ്ങളുടെ കൂടെ കിടത്തിക്കോ. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? പക്ഷെ ഒരു കാര്യം, അവനൂടെ സമ്മതമാണെന്ന് ചോദിക്കണം. എന്തായാലേ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് പിന്നെ അല്ല. പോയോ? അയ്യോ പെണ്ണ്. അതെ പെണ്ണ്. നീ ഇപ്പോഴാണോ അറിയുന്നത്? അതെ, ഇത്രയും ദിവസം എന്റെ മുറി കിടന്നിട്ട് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു മണ്ടനാ. ഓമനക്കുട്ട തമാശകളാ. കാര്യം പറ. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഒരു പെണ്ണാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്റെ മുറി കിടത്തോ പിഷാരടി? നമുക്കൊരു അഭിമാനമില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവൻ പറയുന്ന നേരാണോ? ഇവൻ നിന്നെ പെണ്ണായിട്ട് ആദ്യം കാണുകയാണോ? അത് ഞാൻ പറയില്ല. നിങ്ങളിൽ ആര് പറയുന്നതാ ഞങ്ങൾ മണ്ടന്മാര് വിശ്വസിക്കേണ്ടത്? അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മുറി നടന്ന കാര്യം പുറത്ത് പറയരുതെന്ന്. അയ്യോ, പറഞ്ഞിട്ടുണ്ടോടാ? പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. ചേട്ടൻ പറഞ്ഞാ നീ പറയോ? പറയും. ചേട്ടൻ പറ. എന്തോ പറയാനാ? പറയണ്ട കാര്യം എന്നാ പറ. പിശാടി ചേട്ടൻ നേരത്തെ ഞങ്ങളുടെ മുറി പൂട്ടത്തില്ലേ? രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. എന്തുവാ ഈ സംസാരിക്കുന്നേ? ഇറാഖിലെ പ്രശ്നോ? ചേട്ടൻ ഒരുപാട് തമാശ പറയും, കഥകൾ പറഞ്ഞു തരും. ചേട്ടൻ വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരും, തലയിൽ ചൂടിത്തരും, പൊട്ടുകുത്തും. ചേട്ടൻ നന്നായി മൃദംഗം വായിക്കറിയോ? പൂവും പൊട്ടുമൊക്കെ പോട്ടെ, ഇവൻ നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മാത്രം എന്നെ കെട്ടിപ്പിടിച്ചു. മുല്ലപ്പൂ വെച്ചെന്നപ്പല്ലേ? കള്ളം. നിങ്ങൾക്കിത് കേട്ടു നിൽക്കാൻ ഭ്രാന്തുണ്ടോ? ഇതിന് തലയ്ക്ക് സ്ഥിരമില്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തതേ ആ കുട്ടിക്കല്ല, നിങ്ങൾക്കാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടാണ് ആ കുട്ടിയെ മുന്നിലിരുത്തി നിങ്ങൾ മൃദംഗം വായിക്കുന്നത്. അയ്യര് പോകത്ത്. ഞാൻ വെറും കൊച്ചാണെന്നൊന്നുമല്ല. നിങ്ങൾ പുറമെ ഇറങ്ങിപ്പോവാൻ. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ വെച്ചൊരു പെണ്ണിനെ വിഷമിപ്പിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വീടാണെങ്കിൽ വാടായിരുന്നു ഞങ്ങൾ. എന്ത് വാടക? വാടകയുടെ കാര്യമൊന്നും പറയണ്ട. കുറെ കാലമേ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. വേണ്ട,
നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയണം. ഞാൻ കാരണം നിങ്ങൾ വഴക്കിടണ്ട. ഞാൻ പൊയ്ക്കോളാം. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആരെയും മനഃപൂർവ്വം പറ്റിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗതികേട് കൊണ്ട് ചേട്ടനെ എനിക്കിഷ്ടമാണ്. ചേട്ടനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. മരിക്കുവോളോ? കുട്ടി അവിടെ നിൽക്കൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു കന്യകയുടെ ശാപം ഉണ്ടാക്കി വെക്കരുത്. കന്യകയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് അവിടെ പേരറിയാവോ, നാടറിയാവോ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അവൾ കരയും. അത് തന്നെ കള്ള ലക്ഷണമാണ്. നീ അവൾക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തോ? പൊട്ടുകുത്തിയോ? ഒരു പ്രാവശ്യമെങ്കിലും അവളുടെ ശരീരത്തിൽ തൊടാൻ നിന്നെ അവൾ അനുവദിച്ചോ? തൊട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല. ദാ ഇങ്ങനെ പിടിച്ചു, അപ്പോഴേക്കും കരഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ നീ അവൾക്ക് ആശ കൊടുത്തിരിക്കുക. ഓമനക്കുട്ടാ, ഞാനാ പറയുന്നത്. ഒരു കന്യകയുടെ ശാപം ഉണ്ടായാൽ നീ നിന്റെ തലമുറയിൽ നശിച്ചു പോവും. ഒരു ഇൻസ്പെക്ടർ വരുന്നുണ്ട്. എന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നത്. എന്നെ ആളോട് അയക്കില്ലേ. ഞാൻ പിന്നെ എവിടെയെങ്കിലും പോയിക്കോളാം. അയ്യോ, ഇപ്പൊ വരും. കുട്ടി അവിടെ നിൽക്ക. നമസ്കാരം. പിഷാരടി? അതെ. PWD? അതെ. സസ്പെൻഷൻ? അതെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഓ, സാറ് പറയുന്ന പോലെ ഇങ്ങനെ ഒരു ആൺവേഷം കെട്ടിയ പെൺകുട്ടിയെ പറ്റി എനിക്കറിയില്ല. മിസ്റ്റർ പിഷാരടി, അവർ ഈ ഏരിയയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈ കോളനിയിലെ എല്ലാ വീടുകളിലും കയറിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇത് അവസാനത്തെ വീടാണ്. എന്നെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തരുത്. സത്യമാണ് സാർ. ഇങ്ങോട്ടാണോ അതോ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാ. ഇങ്ങോട്ട്. ആ, പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം. പണവും പ്രതാപവുമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് അവൾ. ഷീ ഈസ് മിസ്സിംഗ്. അതാണ് ആദ്യത്തെ കേസ്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ സാർ? നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത് ഏതോ സ്റ്റാർ ഹോട്ടലിലെ ബെയറാണെന്ന് കേട്ടു. അവളെ കിഡ്നാപ്പ് ചെയ്തു സ്വത്തിന് വേണ്ടി. അത് രണ്ടാമത്തെ കേസ്. ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ളത് മൂന്നാമത്തെ കേസ്. അത് നിങ്ങളുടെ പേരിൽ. പിഷാരടി കൈക്കൂലി വാങ്ങി പരിചയമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അവരെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നാൽ ഞാൻ 20,000 രൂപ തരാം. ആലോചിച്ചു പറഞ്ഞാൽ മതി. സാർ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും സാർ? ശരി. ഒന്നും ആലോചിക്കാതെ ഇൻസ്പെക്ടർ നാരായൺ ഈ വഴിക്ക് വരികയില്ല. ഇങ്ങോട്ട്. താങ്ക് യു. അവൾ ആദ്യം പറ്റിച്ചത് എന്നെ. അവളെയും അവളെ തട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെയും അതിന് കൂട്ടുനിന്ന തന്നെയും ഞാൻ വെറുതെ വിടുകയില്ല. രണ്ടിനെയും അകത്തുടിപ്പിച്ച് വെച്ചിട്ടല്ലേടാ റാസ്കൽ നീ എനിക്ക് ടിപ്പണിയുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷെ ഇത് കാഷായം. കള്ളം പറയാനുള്ള ലൈസൻസ്. ഇത് കാക്കി. കള്ളം കണ്ടുപിടിക്കാനുള്ള ലൈസൻസ്. കുറച്ചു ദിവസം നിങ്ങൾ രണ്ടുപേരും തനിച്ച് എവിടെങ്കിലും പോയി ഒളിച്ചു താമസിക്കുന്നതാണ് ബുദ്ധി. പോലീസ് നിങ്ങൾ രണ്ടുപേരുടെയും പിന്നാലെ ഉണ്ട്. എന്തിന്? ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് ഇവൾ. നീ അവളെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഞാനോ? എന്തൊക്കെയായി പറയുന്നത്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത്. ഞാൻ എന്തിനു ഒളിച്ചു താമസിക്കണം? അങ്ങ് അകത്ത് കയറിയാ പിന്നെ ഇറങ്ങാൻ പ്രയാസമാണ്. ഞാൻ എവിടെ പോയി ഒളിച്ചു താമസിക്കും? അത് ഞാൻ ഏർപ്പാടാക്കാം. കുറച്ചു ദിവസം മാർഗരറ്റിന്റെ ഫ്ലാറ്റിൽ താമസിക്കാം. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ശാന്തമാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ശ്രമിക്കാം. വാ, ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. പിഷാരടി,
നൂല്. ദേ ആ സോഫയിലോട്ടിരുന്നേ. കണ്ടോ, ആ വീട്ടിൽ വെച്ച് ചേട്ടൻ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ എവിടാണേലും കൂടെ കയറി ഇരുന്നോളാൻ. നേരത്തെ മാർഗരറ്റ് ചേച്ചി പറഞ്ഞ ശരിയാ, ആണുങ്ങ കോന്തിന്റെ സ്വഭാവമാണ്. ഞാനൊരു പാവമായതുകൊണ്ടല്ലേ. ഞാൻ തന്നെ പോലെ പാവമായിരിക്കില്ല, പക്ഷെ കള്ളിയല്ല. എന്തിനാ എന്നെ കള്ളിന്ന് വിളിച്ചേ? എന്തിനാണെന്നോ, സ്വന്തം പേരും നാടും പോലും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത ചേച്ചി. അയ്യടാ, അന്ന് പിഷാരി ചേട്ടനെയൊക്കെ മുമ്പ് വെച്ച് അയ്യോ പെണ്ണ്. കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത ചേട്ടൻ. ചേട്ടൻ പറഞ്ഞ പതിമ ഇതാ, നല്ല ഭംഗിയുണ്ടല്ലേ? ഞാനെല്ലാം കേട്ടു. ഞാനും ചെറിയാൻ എങ്ങനാ 5 മിനിറ്റിൽ 10 പ്രാവശ്യം വഴക്കൂടും. പിന്നെ രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? ചപ്പാത്തി ആയാലോ? ആയിക്കോട്ടെ. രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനെന്താ? ചേട്ടൻ നന്നായി ചപ്പാത്തി വരുത്തും. അതെയോ? ആ, അത് കൊള്ളാലോ. എന്തിനാ ചിരിക്കുന്നത്? വട്ടാന്ന് വിചാരിക്കും. അല്ല ഞാനേ ആ ബാത്റൂമിലെ കാര്യം ഒന്ന് ഓർത്തുപോയി. ഏ എന്താണ് ബാത്റൂമിലെ കാര്യം? ഞാൻ കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. അയ്യോ അങ്ങനൊന്നുമില്ല, ബാത്റൂം കഴിയ കാര്യം പറയായിരുന്നു അല്ലേ? വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. സംഗതി ഇവിടം വരെയൊക്കെ ആയി അല്ലേ? അല്ല, തൃപ്തിയായില്ലേ? അവരെന്തൊക്കെ വിചാരിച്ചു കാണും. വിചാരിച്ചിട്ട് പോട്ടെന്നേ. അതേ, പെണ്ണായാൽ നാണം വേണം. എന്താ, ഞാൻ പെണ്ണല്ലേ? അല്ല, പെണ്ണാണെങ്കിൽ മനസ്സിൽ നാണം വേണം, തലയിൽ മുടിയും വേണം. മൊട്ടച്ചി. അയ്യേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. ലേഡി ഡയാനയ്ക്ക് എത്ര മുടിയുണ്ട്? പ്രിയങ്ക ഗാന്ധി എന്ത് സുന്ദരിയാ, മുടിയുണ്ടോ? ഇയാളെ കാണാൻ അതിനേക്കാളൊക്കെ ഭംഗിയാ. അപ്പൊ പിന്നെ എന്തിനാ എന്നെ മൊട്ടച്ചിന്ന് വിളിച്ച? ആണുങ്ങൾക്ക് വിവരമില്ലാത്തോണ്ട്. ആണായ പോരാ, വിവരവും വേണോന്ന് ചേച്ചി പറഞ്ഞല്ലോ. എനിക്ക് ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. എന്നാ പറ, ലേഡി ഡാനയ്ക്ക് എത്ര മുടിയുണ്ട്? മുടിയില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്ത് സുന്ദരിയാ. ഞാൻ ഇവരെ കാണാൻ ലണ്ടനിലും ഡൽഹിയിലും ഒന്നും പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ മുടിയില്ലാത്ത കുറെ പേരെ കണ്ടു, അങ്ങ് പേരൂക്കട ഭ്രാന്താശുപത്രിയിൽ. കുറെ മൊട്ടച്ചികളെ. ആ മാർഗരറ്റ്, ഓ മൈ ഡിയർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായി ഈ സമയത്ത് വിളിച്ചത്. ഇൻസ്പെക്ടർ ഓമനക്കുട്ടനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലാണ് ജോലിയെന്നും ഞങ്ങളോടൊപ്പമാണ് താമസമെന്നും ഒക്കെ. അന്വേഷണം ഇനി മുറുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് അവനോട് പുറത്തിറങ്ങണ്ടെന്ന് പറയണം. ഇറങ്ങിയാൽ തന്നെ വളരെ സൂക്ഷിക്കാനും പറയണം. അവരെങ്ങനെ ഇരിക്കുന്നു? അവർക്കൊരു കുഴപ്പമില്ല, സുഖമായി ഉറങ്ങുന്നു. രണ്ടുപേരെ അടുത്തടുത്ത മുറികളിൽ തന്നെ ഞാൻ കിടത്തിയിട്ടുണ്ട്. കണ്ണു തുറക്കേ വേണ്ടു റൊമാൻസ് തുടങ്ങാൻ. ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. എവിടെ പോകുന്നു? ഞാൻ ബാത്റൂമില്. ബാത്റൂം മുകളിൽ തന്നെ ഉണ്ടല്ലോ, മുറിയിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. മാർഗരറ്റ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ആരത് പൂട്ടിയത്? വിശാരിച്ചിട്ട് വന്നിട്ട് പോയോ? എന്നെ അരിശം പിടിപ്പിക്കരുത്. അപ്പൊ ഇന്നലെ ഏത് രാമൻ ആത്തടന്നുറങ്ങിയത്? അതൊന്നും എനിക്കിഷ്ടമല്ല. ഇനി ഒരു രാമനെ ആത്തടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാ ഇത് പൂട്ടിയെന്ന് പറ. സോറി, പൂട്ടിയെ ഞാനാണ്. ചെറിയൻ ഇന്നലെ രാത്രിയിലും ഫോൺ ചെയ്തിരുന്നു. നിങ്ങളുടെ കൂട്ടുതാമസക്കാരിയൊക്കെ ആ ഇൻസ്പെക്ടർ അറിഞ്ഞിരിക്കുന്നു അത്രേ. ഈ ചുറ്റുപാടിൽ രാത്രി ബാത്റൂമിലെന്നും പറഞ്ഞ് പുറത്തെങ്ങാനും പൊയ്ക്കളഞ്ഞാൽ ചെറിയാൻ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും റിട്ടേൺ ചെയ്യണ്ടേ? എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചാ മതി. എന്നെ വിളിച്ചാ മതി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ എന്ത് തോന്നുന്നു? സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു.
അപ്പൊ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? ഞാൻ Catch me if you can.